പീരീഡ്സും അതിനോടനുബന്ധിച്ചുള്ള മൂഡ് സ്വിങ്സും ഒരു പക്ഷേ ഒരു വുമൻ്റെ ലൈഫിൽ താനല്ലാതിരിക്കുന്ന മാസത്തിൽ ആ 3 ദിവസത്തിന് മുൻപുള്ള ദിവസങ്ങളാണ് കുറച്ചുകൂടെ പറയാനുള്ളത്. ചിലവർക്കൊന്നും ഉണ്ടാവില്ല, ചിലർക്ക് എന്തൊക്കെയോ ഉണ്ടാവും, ചിലവർ താനല്ലാതിരിക്കും, ചിലവർ തൻ്റെ ഓപ്പോസിറ്റായി. ചിലപ്പോൾ ഓരോ മാസവും ഓരോ പോലെ ആയിരിക്കും കാര്യങ്ങളുടെ വരവും. ചിലപ്പോൾ ഡിലേഡ് ആയിട്ടുള്ള പീരീഡ്സ് ആയിരിക്കും, ചിലപ്പോൾ കറക്റ്റ് ഡേറ്റിനാവും, ചിലപ്പോൾ ഡേറ്റിന് നേരത്തെ ആവും. ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഫുഡ് കഴിക്കാതെ ആവും, കഴിച്ചിട്ടേ ഇല്ലാത്ത ഫുഡ് ചിലപ്പം കഴിക്കും. ഇങ്ങനെ എല്ലാം ചേർന്ന ഒരു പ്രാന്തപ്പെട്ട അവസ്ഥയാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്, പീരീഡ്സിലെ മൂഡ് സ്വിങ്സ്. എന്നാൽ ഇതൊന്നുമില്ലാതെ വളരെ നോർമലായിട്ട് തൻ്റെ പീരീഡ്സ് ലൈഫ് കൊണ്ടുപോകുന്നവരും ഉണ്ട്. അപ്പോൾ ഇപ്പറഞ്ഞ മൂഡ് സ്വിങ്സിൻ്റെ പല വേർഷൻസും വരുന്നൊരു വ്യക്തി, ഒരു സ്ത്രീ തന്നെയാണ് ഞാൻ. അങ്ങനെ ഈ പീരീഡ്സ് മൂഡ് സ്വിങ്സിൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായ ക്രേവിങ് തോന്നിയാണ് വടാപ്പാവ് കഴിക്കാൻ വേണ്ടി നമ്മുടെ കിള്ളിപ്പാലം ബേക്ക് ആൻഡ് കോർണറിൽ പോയത്. ഇപ്പം പറഞ്ഞു തീർത്ത ആ മൂഡ് സ്വിങ്സിൻ്റെ ഭാഗമായിട്ടൊന്നും ഒരുങ്ങാൻ പോലും എനിക്ക് തോന്നിയില്ല. ഒരു മാച്ചും ഇല്ലാത്ത കമ്മലും ഒരു പാൻറ്റും നമ്മുടെ കുർത്തയിട്ട് ഇങ്ങനെ പോയി. കുറച്ച് നേരം എ സിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നു. സത്യം പറഞ്ഞാൽ ആ ക്യാബിനിൽ ആരും ഇല്ലായിരുന്നു. എനിക്ക് ഹാപ്പിനെസ് ആയിരുന്നു, എന്തുകൊണ്ടെന്നൊന്നും അറിയില്ല. എപ്പോഴും ആൾക്കാരോടത്ത് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ചില സമയങ്ങൾ ആൾക്കാരേ വേണ്ട എന്ന് തോന്നും. ഞാനും എൻ്റെ മനസ്സും എനിക്കിഷ്ടപ്പെട്ട ആഹാരവും ഇങ്ങനെ കഴിച്ച് എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു. നല്ല സ്പൈസി ആയിട്ടുള്ള വടാപ്പാവ്. കുറേ കാലത്തിന് ശേഷം ട്രിവാൻഡ്രത്ത് നല്ലൊരു വടാപ്പാവ് കഴിച്ചു. കിള്ളിപ്പാലം ബേക്ക് ആൻഡ് കോർണറിൽ നിന്ന് 30 റുപ്പീസിനാണ് ഈ വടാപ്പാവ്. പിന്നെ ഷാർജയ്ക്ക് ഒരു 80 രൂപയും ആയല്ലോ. ഇന്നത്തെ ക്രേവിങ് പുരാണം സമ്പൂർണ്ണം. ഈ ഒരു ഫുഡ് കാണിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ഈ പീരീഡ്സ് ടൈമിലുള്ള മൂഡ് സ്വിങ്സിനെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയും കൂടെയാണ് ഈ ഷോർട്സ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ പല ഫ്രണ്ട്സിനും പല രീതിയിലായിരിക്കും പീരീഡ്സ് വരുന്നത്. അതെല്ലാം മനസ്സിലാക്കി ആണുങ്ങൾ നിൽക്കണമെന്ന് പറയുന്ന പോലെ തന്നെ ആണുങ്ങൾക്കും ഇല്ലേ ഇമോഷൻസ്. അവർ പറയുമ്പോഴും നമ്മളും കൂടെ നിൽക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതൊരു വലിയ അന്താരാഷ്ട്ര പ്രശ്നമാക്കി ഈ കാണിക്കുന്നത് ഭ്രാന്താണെന്നൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. നമ്മൾ അനുഭവിക്കുന്നത് നമുക്കല്ലേ മനസ്സിലാവുള്ളൂ. ഈ മൂഡ് സ്വിങ്സ് കാരണം നമ്മുടെ പല കാര്യങ്ങളും നടക്കാറില്ല, എന്നാൽ നടക്കാത്ത കാര്യങ്ങൾ ചിലത് നടക്കും. എല്ലാം കൊണ്ടും ഒരു ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള പീരീഡാണ് ഈ പീരീഡ്സ് ടൈമിലുള്ള മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. ചിലവർക്കത് പ്രീ മെൻസ്ട്രേഷൻ ആയിരിക്കും, മെൻസ്ട്രൽ ടൈമിലായിരിക്കും, ചിലപ്പോൾ പോസ്റ്റ് മെൻസ്ട്രേഷൻ. ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പീരീഡ്സ് ഒരു വല്ലാത്ത സ്റ്റിഗ്മയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് നോ കമൻസ്. ഇപ്പോൾ പീരീഡ്സിലായിരിക്കുന്നവരും പീരീഡ്സ് കഴിഞ്ഞവരോടും ഇനി ഇതാ പീരീഡ്സിനെ കാത്തിരിക്കുന്നവരോടും എല്ലാവരോടും പറയുന്നു, നമ്മുടെ ഈ മൂഡ് സ്വിങ്സൊക്കെ പാർട്ട് ഓഫ് ലൈഫാണ്.